ഹായ് നമസ്കാരം പ്രിയമുള്ളവരെ. ഒരു വീഡിയോ ഇപ്പോൾ ഇവിടെ ഇടാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി പല കോണുകളിൽ നിന്നും ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഇടപെട്ടതുകൊണ്ട് ഇപ്പോൾ ഒരുവിധമൊക്കെ ഒരു ചർച്ചയിലേക്ക് എത്താൻ പറ്റി. പക്ഷേ നമ്മുടെ മലയാളികളുടെ ചില കമൻറ്റുകളും ചില പ്രകോപനകരമായ വാക്കുകളൊക്കെ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും അറിയാൻ കഴിയുന്നത്. തലാലിൻ്റെ കുടുംബത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് വലിയ കമൻറ്റുകളൊക്കെ ഇട്ട് അവരെ പ്രകോപിപ്പിക്കുന്നതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. എന്താണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ? 10 വയസ്സുള്ളൊരു പെൺകുട്ടിയുണ്ട് അതിന്. എന്നാൽ അതിൻ്റെ ആ കരച്ചിൽ നിങ്ങൾ കണ്ടു. എന്നാൽ നിങ്ങൾ ചോദിക്കും, തലാലിന് മക്കളില്ലേ, തലാലിന് ബന്ധുക്കളില്ലേ, അവർക്ക് കരച്ചിലില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പരലോകത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഇനിയൊരു ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അപ്പോൾ തലാലിൻ്റെ കുടുംബവും ഇസ്ലാമിക വിശ്വാസപ്രകാരം ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഒരാൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് അവർക്ക് എത്തിക്കണമെന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. കാരണം വളരെ വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കിടുന്ന ഈ കമൻറ്റുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു തആല ബ്ലഡ് മണി വാങ്ങി കൊലപാതകത്തിൽ നിന്നും അല്ലെങ്കിൽ വധശിക്ഷയിൽ നിന്നും ഒരു വ്യക്തിയെ ഒഴിവാക്കുന്നത് എന്ന് പറയുന്നത് അയാൾ കുറ്റം ചെയ്യാത്തത് കൊണ്ടല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. പലരും പറയുന്നുണ്ട്, അവൾ അങ്ങനെ ചെയ്തില്ലേ, ഇത്ര കഷ്ണങ്ങളാക്കിയില്ലേ, അതൊന്നും ന്യായീകരിക്കില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്ന കൊലപാതകം ചെയ്യുന്ന ഒരാൾക്ക് പടച്ചവൻ കൊടുത്തൊരു ഔദാര്യമാണ്, അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഔദാര്യമാണ് ബ്ലഡ് മണി കൊടുത്ത് അവരെ ഒഴിവാക്കുക എന്നുള്ളത്. അത് ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിനെ വെല്ലുവിളിക്കാൻ നീയൊക്കെ ആരാ? പടച്ചവൻ്റെ തീരുമാനത്തിനെ വെല്ലുവിളിക്കുന്ന മുസ്ലിങ്ങൾ, മറ്റുള്ള സമുദായത്തുകാർ, അവർക്ക് അതിൻ്റെതായ അഭിപ്രായമുണ്ട്. മുസ്ലിങ്ങളിൽ പലരും അതിന് വലിയ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പടച്ചവൻ്റെ തീരുമാനമാണ് ഒരാൾക്ക് ബ്ലഡ് മണി സ്വീകരിച്ച് ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളത്. അത് കൊലപാതകം ചെയ്ത ആളായിരിക്കാം, അല്ലെങ്കിൽ കൊലപാതകം ചെയ്ത ആളായിരിക്കാം ആ വ്യക്തി. അങ്ങനെയുള്ളൊരു കൊലപാതകിക്ക് മാപ്പ് കൊടുക്കാമെന്ന് പടച്ചവൻ്റെ തീരുമാനത്തിന് വെല്ലുവിളിക്കുകയാണോ നീയൊക്കെ ചെയ്യുന്നത്? നിൻ്റെയൊക്കെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ നീയൊക്കെയാണ് പടച്ചവനെന്ന് തോന്നുമല്ലോ. അപ്പോൾ തലാലിൻ്റെ കുടുംബത്തിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, അവർ ഈ വീഡിയോ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ കേൾക്കുന്നതെന്നാണ് പറയുന്നത്, അവർക്കിത് എത്തുന്നെങ്കിൽ എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ സഹോദരനായ തലാൽ മരണപ്പെട്ടു. അദ്ദേഹത്തിന് നാളെ ഒരു സ്വർഗമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അദ്ദേഹം നാളെ പരലോകത്ത് രക്ഷപ്പെടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ കൊടുക്കുന്ന ഒരു മാപ്പിന് അള്ളാഹു സുബ്ഹാനഹു തആല ഈ തലാലിനെയും അതുപോലെ തന്നെ നിങ്ങളെ കുടുംബക്കാരെ മുഴുവനും നാളെ രക്ഷപ്പെടുത്തി സ്വർഗത്തിലാക്കും. കാര്യം ആ പിഞ്ചുകുട്ടിയുടെ കരച്ചിലാണ്, ആ പിഞ്ചുകുട്ടിയുടെ കണ്ണീര് നിങ്ങളൊന്ന് കാണണം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ തലാലിൻ്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും കാണുന്നെങ്കിൽ, എനിക്കൊരു പ്രതീക്ഷയില്ല, പക്ഷേ ആരെങ്കിലും കാണാനത് എത്തിക്കുകയാണെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ള, ദയവ് ചെയ്ത് നിങ്ങൾ പടച്ചവനെ ഓർമ്മിച്ച് വേറൊന്നും ഈ ദുനിയാവിൽ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ മാപ്പ് കൊടുക്കണം. മാപ്പ് കൊടുത്താൽ നിങ്ങൾക്ക് നാളെ പരലോകത്ത് വലിയ പ്രതിഫലമാണ്. നിങ്ങളുടെ സഹോദരനായ തലാൽ വരെ സ്വർഗത്തിൽ പോകാനത് കാരണമാകും എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ നിങ്ങൾ അവരിലൊന്ന് എത്തിക്കണം. അല്ലാതെ നമ്മൾ പോയിട്ട് പ്രകോപനം ഉണ്ടാക്കി അവരെ പ്രകോപിതരാക്കി വീണ്ടും വീണ്ടും ഒരു ജീവനെ നഷ്ടപ്പെടുത്താനുള്ള ശ്രമം നിങ്ങൾ നടത്തരുതേ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം.